നമസ്കാരം. പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. ഒമാനിൽ അടുത്ത വർഷം മുതൽ പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടും. കാരണം സ്വദേശീവൽക്കരണം ശക്തമാക്കുകയാണ് ഒമാൻ. പ്രവാസികൾക്ക് പകരം സ്വദേശികളെ നിയമിക്കുകയും പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനുള്ള മാർഗരേഖ അധികൃതർ രൂപപ്പെടുത്തി. ഗതാഗതം, ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി മേഖലകളിൽ ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ സ്വദേശീവൽക്കരണം നടപ്പാക്കുമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. വിവിധ മേഖലകളിൽ ഒമാനികൾക്ക് മാത്രമായി മന്ത്രാലയം പ്രത്യേക ജോലികൾ അനുവദിക്കണമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രി എൻജി സയ്യിദ് ബിൻ ഹമൂദ് അൽ മവി പറഞ്ഞു. 2025 ജനുവരി മുതൽ സ്വദേശീവൽക്കരണ പദ്ധതികൾ ആരംഭിക്കും. 2027 അവസാനം വരെ തുടരും. ഇതിനു മുന്നോടിയായി തൊഴിൽ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. ഏറ്റവും കൂടുതൽ പ്രവാസികൾ ജോലി ചെയ്യുന്ന പ്രദേശമാണ് GCC. ഗൾഫിലെ 6 രാജ്യങ്ങളിലും മലയാളികൾ നിരവധിയാണ്. മിക്കവരും സാധാരണ ജോലിയിൽ ഏർപ്പെടുമ്പോൾ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവരും കുറവല്ല. സമീപകാലത്ത് GCC രാജ്യങ്ങളിൽ സ്വന്തം പൗരന്മാർക്ക് ജോലി ഉറപ്പാക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയാണ് ഇക്കാര്യത്തിൽ ആദ്യം ചുവടുവെച്ചത്. പിന്നാലെ UAEയും കുവൈറ്റുമെല്ലാം ശ്രമം തുടങ്ങി. ഇതിനു പിന്നാലെയാണ് ഒമാനും സ്വദേശികൾക്ക് ജോലി ഉറപ്പാക്കുന്ന പദ്ധതി വ്യാപിപ്പിക്കുന്നത്. ഒമാൻ മന്ത്രി കഴിഞ്ഞ ദിവസം സ്വദേശീവൽക്കരണം സംബന്ധിച്ച് വിശദീകരിച്ച കാര്യങ്ങൾ പ്രവാസികൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. GCC രാജ്യങ്ങളിൽ സ്വദേശികൾക്ക് ജോലി നൽകുമ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുക. നിലവിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടമാകും. പുതിയ അവസരങ്ങൾ പ്രവാസികൾക്ക് മുമ്പിൽ സൃഷ്ടിക്കപ്പെടുകയുമില്ല. അടുത്ത വർഷം മുതൽ 2027 വരെയുള്ള കാലയളവിൽ വിവിധ മേഖലകളിലെ ജോലികൾ സ്വദേശികൾക്ക് മാത്രമായി മാറ്റാനാണ് ഒമാനിന്റെ തീരുമാനം. 2025 മുതൽ 2027 വരെയുള്ള 3 വർഷമാണ് തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള കാലയളവ്. ഓരോ വർഷവും സ്വദേശീവൽക്കരണം നടപ്പാക്കേണ്ട തോത് നിശ്ചയിച്ചിട്ടുണ്ട്. കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ അവലോകനം ചെയ്യും. തൊഴിൽ മന്ത്രാലയവുമായി സഹകരിച്ചാണ് സ്വദേശീവൽക്കരണം നടപ്പാക്കുക. ഒമാൻ മിഷൻ 2014 എന്ന പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഇതിലേക്ക് വേഗത്തിൽ അടുക്കുന്നതിനാണ് തൊഴിൽ രംഗത്തെ സ്വദേശീവൽക്കരണം. ഗതാഗത ലോജിസ്റ്റിക് രംഗത്ത് ഈ വർഷം 20% സ്വദേശീവൽക്കരണമാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് 31%. പ്രൊഫഷണൽ ജോലികൾ പൂർണ്ണമായും സ്വദേശികൾക്ക് നൽകാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. സ്വദേശികൾക്ക് ജോലി പരിശീലനം നൽകുക, വിദഗ്ധ ജോലികൾക്ക് വേണ്ടി അവരെ പ്രാപ്തരാക്കുക തുടങ്ങിയ പദ്ധതി ആലോചനയിലുണ്ട്. സ്വദേശികളെ ജോലിയിലേക്ക് ആകർഷിക്കുന്നതിനും പദ്ധതിയൊരുക്കും. സ്വദേശികൾ കൂടുതൽ പേർ തൊഴിൽ രംഗത്ത് എത്തുന്നതോടെ പ്രവാസികൾക്ക് ജോലി സാധ്യത കുറയും. ട്രാൻസ്പോർട്ട്, ലോജിസ്റ്റിക്, കമ്മ്യൂണിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി രംഗങ്ങളിൽ ഒട്ടേറെ വിദേശികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെ മാറ്റി സ്വദേശികളെയാണ് നിയമിക്കുക. 2025 ഈ രംഗത്ത് 50% വരെ സ്വദേശികൾക്കാകും ജോലി ലഭ്യമാവുക. തൊട്ടടുത്ത വർഷങ്ങളിൽ 100%-ലെത്തുമെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ കമ്പനികളിലും സ്വദേശികൾക്ക് ജോലി നൽകുന്ന പദ്ധതി വരുന്നതിനാൽ പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാണ് ഒമാനിലെ തൊഴിൽ രംഗത്ത് നേരിടുക. 2040 ഈ മേഖലയിലെ പ്രൊഫഷണൽ ജോലികൾ സ്വദേശിവൽക്കരിക്കുകയാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് തിരിച്ചടിയാവുന്നതാണ് മന്ത്രാലയത്തിന്റെ പുതിയ നീക്കം. ഗതാഗതം, ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, IT മേഖലകളിലായി നിരവധി പ്രവാസികളാണ് തൊഴിലെടുക്കുന്നത്. സ്വകാര്യ മേഖലയിൽ കൂടി സ്വദേശീവൽക്കരണം ബാധകമാകുന്നതിനാൽ വിദേശികളെ സാരമായി ബാധിക്കും. ഈ മേഖലയിൽ തുറക്കപ്പെടുന്ന പുതിയ തൊഴിലവസരങ്ങൾ പൂർണ്ണമായും സ്വദേശികൾക്ക് മാത്രമാകുന്നതും പ്രവാസികളെ രാജ്യത്തേക്കുള്ള ഒഴുക്കിനെ ബാധിക്കും. അടുത്ത വർഷം ആദ്യത്തോടെ തന്നെ തൊഴിൽ വിപണിയിൽ അത് പ്രതിഫലിച്ചു തുടങ്ങും.